ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് ഫീസ് തർക്കം. മുൻ കരാറുകാരും നിലവിലെ കരാറുകാരും തമ്മിൽ കശപിശ. പോലീസ് ഇടപെട്ടു. ഞാൻ വണ്ടി എടുക്കാൻ തയ്യാറായി. ഇവര് പോകാൻ പറ്റില്ല. ചേലക്കര ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ കരാറുകാരനും മുൻ കരാറുകാരനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പാർക്കിങ്ങിന് അനുവാദമില്ലാത്ത സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് മുൻ കരാറുകാരനും മുതലംചിറ ബസിന്റെ ഉടമസ്ഥനുമായ രതീഷും നിലവിലെ കരാറുകാരനുമായ സ്റ്റാൻഡിലെ ടാക്സി ഡ്രൈവർമാരും തമ്മിലാണ് കശപിശയുണ്ടാകുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിൽ ലേലം വിളിച്ചിട്ടുള്ളതാണ്. ഈ യൂണിയന്റെ മുൻ പ്രസിഡന്റാണ്. അപ്പോൾ നമ്മൾ ലേലം വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഇതിപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് ഇവിടെ ഇടാൻ പാടില്ല. ഇവിടെ ബസ് വരുന്ന വഴിയാണിത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പൈസ വെച്ചപ്പോൾ ആൾ ഒരു ധിക്കാരപരമായിട്ട് പെരുമാറി നമുക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ കിട്ടണമെന്ന് നോക്കിക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് പോലെ ആൾ ഒരു ഇതായില്ല. പിന്നെ അതിന് മുന്നേ മൂപ്പരെ ബസ്സിന്റെ പൈസ നമുക്ക് തരില്ല. ഇവിടെ ആകെ ഈ സ്റ്റാൻഡിൽ ശല്യം എന്ന് പറയാൻ രതീഷ് മാത്രമേ ഉള്ളൂ. ഇവനെ കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ പിരിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടായി തുടങ്ങി. അത്രയും 6 മാസം ലേലം വിളിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ആളാണ് ഈ നിലക്ക് കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ ഇതിന്റെ പൈസ ചോദിച്ചപ്പോ സാധാരണ നമ്മൾ 5 മിനിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ പൈസ തരേണ്ട പോയിക്കോളം പറഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അല്ലേ പോയിക്കോളം പറഞ്ഞു. പക്ഷെ ആളെ ബസ് വരാണ്ട് ആ ബസ് വന്നിട്ട് ഞാൻ പോവുള്ളൂ പറഞ്ഞിട്ട് ധിക്കാരമായിട്ട് പെട്ടു. ഇപ്പൊ പറയണ ആളെ പൈസ തരില്ല എന്ന് പറയുന്നത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിച്ചു. നിലവിലെ കരാറുകാർക്കെതിരെ ടാക്സി ഡ്രൈവർമാർ പഞ്ചായത്തിൽ പരാതി നൽകി. വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകുമെന്ന് തങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചതായി ടാക്സി ഡ്രൈവർമാർ അറിയിച്ചു. പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിലെ അപാകതകളും മുൻ കരാറുകാരൻ പാർക്കിംഗ് ഫീസ് നൽകാൻ വിസമ്മതിച്ചതുമാണ് തർക്കങ്ങൾക്ക് വഴിവെച്ചത്. നിലവിൽ ഈടാക്കുന്ന ഫീസ് മുൻപ് രതീഷ് കരാറെടുത്തിരുന്ന സമയത്ത് ഈടാക്കിയിരുന്നതിലും കുറവാണെന്ന് ടാക്സി യൂണിയൻ ഭാരവാഹികൾ പറയുന്നു. ഇവിടെ ഞങ്ങള് ഒരു എത്ര മാസമായി 7 മാസമായിട്ട് ഞങ്ങള് സ്റ്റാൻഡ് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളാണ് ഈ സ്റ്റാൻഡ് ലേലം വിളിച്ചിരിക്കുന്നത്. ഈ സ്റ്റാൻഡ് ലേലം വിളിച്ച് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ രതീഷ് എന്ന വ്യക്തി പിരിവ് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി വൈകുന്നേരം പാർക്ക് ചെയ്യുമ്പോൾ പിരിവ് ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല. ചോദിച്ചു കഴിഞ്ഞാൽ 100 രൂപയാണ് ഞങ്ങൾ സാധാരണ രതീഷ് എടുക്കുമ്പോൾ മേടിച്ചിരുന്നത്. രതീഷ് ഇവിടെ സ്റ്റാൻഡ് ലേലം വിളിക്കുമ്പോൾ 100 രൂപയാണ് മേടിച്ചിരുന്നത്. ഞങ്ങളത് 50 രൂപയായിട്ടാണ് ഞങ്ങൾ മേടിക്കുന്നുള്ളൂ. ഈ 50 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വഴി നോക്കിക്കോ. ഞാൻ സ്റ്റാൻഡിന്റെ അപ്പുറത്തല്ല ഇടുന്നത്, ഇപ്പുറത്തല്ല ഇടുന്നത്. അവിടെ ഇടുമ്പോ തരാൻ പറ്റില്ല. അത് പഴയന്നൂർ പഞ്ചായത്തല്ല, അതും ചേലക്കര പഞ്ചായത്താ. ചേലക്കര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡാണ് ഞങ്ങൾ ലേലം വിളിച്ചിരിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിന്റെ കോമ്പൗണ്ടിൽ എവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാലും ഞങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് തന്നിരിക്കണം. ഈ രതീഷ് എന്ന വ്യക്തി കഴിഞ്ഞ വർഷം സ്റ്റാൻഡ് ലേലം വിളിച്ചപ്പോ ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ വന്ന ഒരു മെഡിക്കൽ സ്റ്റോറുകാരന്റെ അടുത്ത് ഒരു മരുന്ന് മേടിക്കാൻ എത്ര മിനിറ്റ് വേണം നിങ്ങൾ പറയും? 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ. ഈ 3 മിനിറ്റ് ഇട്ടതിന് 20 രൂപ മേടിച്ചാളാ. ഇപ്പൊ പറയുന്നത് 10 രൂപയാണ് ഞാൻ മേടിക്കാറുള്ളൂ, 10 രൂപ മേടിച്ചിട്ടുള്ളൂ എന്നാ പറയുന്നത്. ഞങ്ങളെ കൊടുത്തിരുന്ന സ്റ്റാൻഡില്, ഞങ്ങളിവിടെ സ്റ്റാൻഡ് എന്നാണ് ഓപ്പൺ ആയത് അന്ന് മുതൽ ഞങ്ങളുടെ ഉള്ള ആൾക്കാരാ. മനസ്സിലായില്ലേ? ഇവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ട്. അപ്പൊ രതീഷ് ഇപ്പൊ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ കണ്ടത് കൂട്ടിക്കോ, തരാൻ പറ്റില്ല. ഇപ്പൊ നോ പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് പോലീസുകാർ വന്നിട്ടാണ് ഇപ്പൊ വണ്ടി എടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടപ്പോഴാണ് രതീഷ് ഇവിടുന്ന് വണ്ടി എടുത്തത്. അതുവരെ രതീഷ് വണ്ടി ഇട്ടിട്ട് വെല്ലുവിളിക്കായിരുന്നു. അപ്പോ ഞങ്ങള് ആരും വെല്ലുവിളിക്കാനൊന്നുമില്ല. ഞങ്ങള് മാന്യമായിട്ട് ഞങ്ങൾ സ്റ്റാൻഡ് ലേലം വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പൈസ ഞങ്ങൾ മേടിച്ചിരിക്കും. പഞ്ചായത്ത് ഞങ്ങൾക്ക് അത് മേടിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്. ആ അർഹതപ്പെട്ട പൈസ ഞങ്ങൾ മേടിക്കുന്നുള്ളൂ. ഇവൻ പറയുന്നു 10 രൂപയുള്ളൂ എന്ന് പറയുന്നു. 10 രൂപയാണ് മേടിച്ചിരുന്നത്. രതീഷ് 10 രൂപയാണ്. ഈ പറഞ്ഞിരുന്ന മാന്യൻ കഴിഞ്ഞ വർഷം 20 രൂപയും ഇവിടെ വൈകുന്നേരം നിർത്തിയിരുന്ന വണ്ടിക്ക് 100 രൂപയും വെച്ച് മേടിച്ചിരുന്ന ആളാ. ഞങ്ങളത് 50 രൂപ മതി എന്ന് പറഞ്ഞിട്ട് 50 രൂപയാക്കിയ ആൾക്കാരെ ഞങ്ങള്. മനസ്സിലായില്ലേ? ആ 50 രൂപ പോയിട്ട് ഇവിടെ വണ്ടി ഇട്ടതിന് അവന്റെ വണ്ടി ഇതിൽ പോകുന്നുണ്ട്. ഓരോ മണിക്കൂർ കൂടുമ്പോ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് രതീഷ് പറയാണ് ഞാൻ എന്റെ വണ്ടിയുടെ കളക്ഷൻ മേടിക്കാൻ വന്നതാണ്, ആ കളക്ഷൻ മേടിച്ചിട്ടാ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ, അതുവരെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ കണ്ടത് കൂട്ടിക്കോ എന്ന് പറയുന്നത് ന്യായമാണോ? രതീഷിനോട് പാർക്കിങ്ങിൽ ഇട്ടിട്ട് 20 രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോ രതീഷ് പറയാണ് നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളെന്ന്. അത് ശരിയല്ലല്ലോ.
ഞങ്ങൾക്കിപ്പോ രതീഷിനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാണ്ടല്ല. ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മാന്യമായിട്ട് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ആദ്യത്തെ 30 മിനിറ്റ് വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കാൻ പാടില്ലെന്നും കാറിന് 10 രൂപയാണ് ഫീസായി നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും നിലവിലെ കരാറുകാർ 20 രൂപയാണ് ഈടാക്കുന്നതെന്നും മുൻ കരാറുകാരനായ രതീഷ് ആരോപിച്ചു. ഞാൻ ബസ് സർവീസ് നടത്തുന്നതാണ്, മുതലഞ്ചിറ ബസ്. ഞാൻ 9:50 ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ വണ്ടി 9:50 ബസ് ഇവിടെ വരും. ഞാൻ ഈ ബസ് ഇവിടെ കാർ ഇവിടെ ഇട്ടിട്ട് എന്റെ ബസ്സിൽ നിന്ന് ക്യാഷ് മേടിക്കാൻ പോയതാണ്, ബാലൻസ് പൈസ മേടിക്കാൻ വേണ്ടി പോയതാണ്. ക്യാമറ അവിടെ ഉണ്ട്, ക്യാമറയിൽ നോക്കിയാൽ കറക്റ്റ് സമയം അറിയാം. അത് കഴിഞ്ഞ് 9:55 ആകുമ്പോഴേക്കും ഇവിടെ ഒരു പൂരത്തിനുള്ള ടാക്സി കാര് വന്നിട്ട് എൻ്റെ അടുത്ത് ബലമായിട്ട് വണ്ടി പാർക്ക് ചെയ്തതിന് പൈസ വേണമെന്ന്. പാർക്ക് ചെയ്ത ആൾ ഇവിടെ വന്നിട്ട് പൈസ പിരിക്കാനുള്ള ആളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി വിട്ടിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ബാലൻസ് മേടിച്ച് ഞാൻ പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ 5 മിനിറ്റ് ഇവിടെ ഇട്ടതിന് ഇവർക്ക് പൈസ കൊടുക്കാണ്ട് വണ്ടി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ മനഃപൂർവ്വം വ്യക്തിവൈരാഗ്യത്തിലാണ് ഇത് ചെയ്യുന്നത്. അതിന് കാരണം വേറെ ഒന്നുണ്ട്. എൻ്റെ ബസ് ഇവിടെ ഓടുന്ന ബസ്സുകൾ എല്ലാ ബസ്സുകൾക്കും 15 രൂപ വെച്ചിട്ട് സ്റ്റാൻഡ് ഫീസിന്റെ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഞായറാഴ്ച ഒരു ദിവസങ്ങളിൽ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്യുന്നതിന് പൈസ വേണമെന്നുണ്ട് പഞ്ചായത്തിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് എന്നെ വിളിച്ച് അവരെ വിളിച്ച് പിന്നെ ഞാൻ പോയിട്ട് ഹിയറിംഗ് നടത്തി. പഞ്ചായത്ത് ആ കാര്യം അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഇവരുടെ പഞ്ചായത്ത് ലേലം വിളിച്ച കരാറിൽ വ്യക്തമായിട്ടുണ്ട്, ചേലക്കര പഞ്ചായത്തിന്റെ കരാറിൽ വ്യക്തമായിട്ടുണ്ട്. ഞാൻ കരാർ എടുത്തിരുന്ന ആളാണ്, ഇപ്രാവശ്യത്തെ ലേലത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ചേലക്കര സ്റ്റാൻഡിൽ വണ്ടികൾ കയറി കഴിഞ്ഞാൽ കടകളിലേക്ക് പോകുന്നവർക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് 30 മിനിറ്റാണ് പാർക്കിംഗ് ചാർജ് മേടിക്കാൻ പാടുള്ളൂ. പിന്നെ 1 മണിക്കൂർ പാർക്ക് ചെയ്യണതിന് കാറിന് 10 രൂപയാണ് പഞ്ചായത്ത് നിശ്ചയിച്ചിട്ടുള്ള പാർക്കിംഗ് ഫീസ്. അതൊന്നും ഇവിടെ ഒരാളും പ്രദർശിപ്പിച്ചിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ചേലക്കര സ്റ്റാൻഡില് ഒരു കാർ കയറി കഴിഞ്ഞാൽ മേടിക്കുന്നത് 20 രൂപയാണ്. സ്റ്റാൻഡിൽ കയറി കഴിഞ്ഞാൽ 20 രൂപയാണ് മേടിക്കുന്നത്. ഞാനിവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിവിടെ പാർക്കിംഗ് പ്രൈസ് അല്ലെന്ന് എനിക്കറിയാം. ഞാനിവിടെ പാർക്ക് ചെയ്യാനുള്ള ആളുമല്ല. ഞാൻ എന്റെ വണ്ടിയിൽ നിന്ന് ബാലൻസ് മേടിച്ച് പോകാൻ നിൽക്കുമ്പോൾ 9:55 ആകുമ്പോഴേക്കും ഇവരോട് വന്നാൽ ക്യാമറ ഉണ്ട്, ക്യാമറയിൽ വിഷ്വൽസ് കിട്ടും, പരിശോധിക്കാം. ഇവര് വന്നിട്ട് വണ്ടി വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് തെറി പറയാണ്. അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പാർക്കിംഗ് ഫീസ് എത്രയെന്ന് രേഖപ്പെടുത്തിയ ബോർഡുകൾ സ്റ്റാൻഡിൽ എങ്ങും പ്രദർശിപ്പിച്ചിട്ടില്ലെന്നും രതീഷ് കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ വിഷയത്തിൽ കൃത്യമായൊരു വ്യക്തതയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചേലക്കരയിലെ വാഹനോടമകളും നാട്ടുകാരും. CCV ന്യൂസ്, ചേലക്കര.